ആൻസോൾട്ടിന്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ തുടങ്ങിയ ശേഷം നമ്മൾ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ട് കുറെ കാലമായി. ഏകദേശം ഫെബ്രുവരി മുതൽ ഇത്ര വരെ, ഏകദേശം ഇത് നവംബറായി. പുറത്തു പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ പെൻഡിങ്ങിലായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറെ കാലം ശേഷം പുറത്തേക്ക് പോവാണ്. ഇന്ന് നമ്മളുടെ ഡെസ്റ്റിനേഷനാണ് സരോജിനി നഗർ മാർക്കറ്റ്. അപ്പോൾ ദർശനക്ക് കുറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഷോപ്പിംഗും ആയിക്കോട്ടെ. പുറത്തൊക്കെ ഇവിടെ കൊറോണ കേസുകൾ കുറേ ഉണ്ട്. പക്ഷേ ലൈഫ് ഇവിടെ നോർമലാണ് എല്ലാവരുടെയും. നമ്മളെ രക്ഷയ്ക്ക് നമ്മൾ സ്വയം പ്രിക്കോഷൻ എടുക്കുക, അത്രേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഫുൾ പ്രിക്കോഷനാണ്. മാസ്ക് ഒക്കെ ഉണ്ട്, സാനിറ്റൈസർ ഉണ്ട്. ഇതൊക്കെ എടുത്തിട്ടാണ് എന്തായാലും മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ മാർക്കറ്റിലെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അതും നോർമൽ കൊറോണയ്ക്ക് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴെന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും നമ്മൾ പോയി നോക്കട്ടെ. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ട്രാവൽ വീഡിയോസിനുള്ള അതേ സപ്പോർട്ട്, അതിലും കൂടുതൽ സപ്പോർട്ട് ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസിന് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പുതിയ ട്രാവൽ വ്ളോഗ് ഇവിടെ തുടങ്ങുന്നു. ആദ്യത്തെ വീഡിയോ എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞ ഒരു കാലഘട്ടത്തിന് ശേഷം, ഒരു കൊറോണ കാലഘട്ടത്തിന് ശേഷം തന്നെ കൊറോണ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അതിനിടയിൽ കുറേ ഒരു ഗ്യാപ്പിന് ശേഷം ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സരോജിനി നഗർ മാർക്കറ്റ് ലോക്ക്ഡൌണിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് സരോജിനി നഗർ മാർക്കറ്റിലേക്ക് പോവാം. ഓക്കെ. ഇവിടെ നമ്മൾ പുറത്തിറങ്ങിയാൽ കാണാം, കൊറോണക്ക് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു റോഡിൽ തിരക്കും കാര്യങ്ങളും വാഹനങ്ങളും കടകളൊക്കെ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും നോർമൽ ലൈഫാണ്. കുറെ പേര് മാസ്ക് ഇട്ടിട്ടുണ്ട്, കുറെ പേര് അങ്ങനെ പോകുന്നുണ്ട്. അത് തന്നെ, ഇവിടെ ആരും കൊറോണയെ കുറിച്ച് ആരും ഇപ്പൊ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം തന്നെ കേസുകൾ കൂടുന്നുണ്ട്, അതൊരു സൈഡിൽ. പക്ഷെ ആൾക്കാർ നോർമൽ ലൈഫ് മുന്നോട്ട് പോകണല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാവരും അവരവരെ കാര്യങ്ങളിലേക്ക് കടന്നു. ഇവിടെ ആരും കൊറോണയെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. നമ്മളെ നാട്ടിലാണ് പിന്നെയും കുറച്ചുകൂടി പ്രിക്കോഷൻസ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ സരോജിനി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിനടുത്തുള്ള ഒരു മോളിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടെ പുറത്തെല്ലാം പാർക്ക് ചെയ്യുന്നത് കുറച്ച് സേഫ് അല്ല, കുറച്ച് കള്ളന്മാരെ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ഏതാ മോളിലെ പാർക്കിങ്ങിലാണ് ഇവിടെ ഒരു പാർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ്. നമുക്ക് കാർഡ് സിസ്റ്റമാണ്. എൻട്രി ചെയ്തു മണിക്കൂറിന് 15 രൂപയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിനുള്ളിലേക്ക് പോവാണ്. മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലിഫ്റ്റിൽ പോയിട്ട് നമ്മളവിടെ പാർക്ക് ചെയ്യുന്ന സിസ്റ്റമാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം നമുക്ക്. നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഇപ്പം മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഫേസ് മാസ്ക് ഉണ്ട്, സാനിറ്റൈസർ ഉണ്ട്, കൊറോണയുടെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇനി പർച്ചേസിങ് ആണ്. ദർശന റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, ദർശനയാണ് ഇന്ന് ഫുൾ പർച്ചേസിങ്. അവർക്കൊരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഉള്ളിലേക്ക് കയറാം. അങ്ങനെ SM മാർക്കറ്റിൻ്റെ ഏതോ ഒരു എൻട്രിയിലൂടെ നമ്മൾ എൻ്റർ ചെയ്തു. ഇവിടെ നോക്ക്, ഏതാ തിരക്ക്. ഇവിടെ കൊറോണേൻ്റെ ഒരു എഫക്റ്റും കാണുന്നില്ല. എല്ലാവരും ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഷോപ്പിംഗ് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. കുറേ പേര് മാസ്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ട്, സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റും. പ്രിക്കോഷൻ എടുക്കുക, ബാക്കിയെല്ലാം നോർമൽ. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം അല്ലേ ദർശന? ഇത് ഇപ്രാവശ്യം വിൻ്റർ കളക്ഷൻ വന്നിട്ടുണ്ട്. തണുപ്പ് തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇഷ്ടംപോലെ സ്വെറ്റേഴ്സും അങ്ങനെയുള്ള വിൻ്ററിന് ഇടാനുള്ള കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നോക്കണം നമുക്ക്. ഈ തിരക്കിനുള്ളിലൂടെ എങ്ങനെ പോയിട്ട് നോക്കുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നോക്കുക തന്നെ. എന്തായാലും വന്നല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ വന്നത്. ഇതാ ഒരുപാട് ചുരിദാറുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങിക്കുന്നില്ല. ഏതായാലും ഇനി വിൻ്റർ വരുന്നല്ലേ, അപ്പോൾ വിൻ്ററിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വിചാരിക്കുന്നത്. ഇതാ 100 രൂപേൻ്റെ എന്തെങ്കിലും സെയിലൊക്കെ കാണുന്നുണ്ട്. നല്ല സെയിലാണ് ഇവിടെ. നമുക്ക് നോക്കാം.
ദൂരെ വരെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ കുറച്ച് വാച്ച് കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. വലിച്ചിട്ട പോലെയൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് നല്ലതൊന്നും കിട്ടുമോ നോക്കാം. ഇത് കൊള്ളാലോ, 100 രൂപയല്ലേ ഉള്ളൂ. നല്ല സ്റ്റൈലുണ്ട് കാണാൻ അല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 100 ഉള്ളൂ. പക്ഷെ കളർ അത്ര പോരാ. വേറെ എടുക്കാം, നോക്കാം, വേറെ നോക്കാം. ഓക്കെ പ്രശ്നമൊന്നുമില്ല. ഇനി അങ്ങോളം ഉണ്ടല്ലോ, നമുക്ക് കുറേ സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഷോപ്സ് കാണാം. 100 രൂപക്ക് 200 രൂപക്കും 250 രൂപക്കൊക്കെ ക്ലോത്ത്സ് ഉള്ളത്. ലേഡീസിൻ്റെതാണ് മെയിനായിട്ട്. എന്തായാലും SM മാർക്കറ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ലേഡീസിൻ്റെ ഐറ്റംസ് ആണ് ഇവിടെ മെയിനായിട്ട്. ജെൻസിന് വളരെ കുറവേ ഉള്ളൂ. ദർശന ചെയ്ത ഇവിടെ പാൻസ് പരതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തിരയാണ് നമുക്ക് ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ, നല്ല ഡ്രസ്സ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് 200 രൂപക്കുള്ള ജാക്കറ്റ് നിങ്ങൾ നോക്കിയിട്ട്, തണുപ്പിന് ഇടാൻ ഒരു ജാക്കറ്റ് വേണമെന്ന് കുറേ ആയി ദർശന പറയുന്നു. അപ്പോൾ നോക്കി 200 രൂപക്ക് അവൾ സെർച്ച് ചെയ്യുന്നുണ്ട്, കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. നല്ല കളർഫുൾ പല കളറിലുള്ള ജാക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു ജാക്കറ്റ് വാങ്ങി 200 രൂപക്ക്. ഇനി ഇത് 80 രൂപക്ക് ഇവിടെ സ്വെറ്റേഴ്സ് കാണുന്നുണ്ട്. ഇതും നല്ല സ്വെറ്ററാണ്. കളറ് ഓക്കെ, നല്ല ഭംഗിയുണ്ട് ആ കളർ കാണാൻ. എങ്ങനെയുണ്ട് അതിൻ്റെ തുണീൻ്റെ ക്വാളിറ്റി? കുഴപ്പമില്ല അല്ലേ? എന്തായാലും എടുക്കാം. 80 രൂപയിലുള്ളൂ. എന്താ ഒരു വിൻ്റർ ഇതിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായി. 2 സ്വെറ്റേഴ്സ് വാങ്ങിയിട്ടുണ്ട് ദർശന. ഒരു വിൻ്ററിന് 2 സ്വെറ്റേഴ്സ് 80 രൂപക്ക് വലിയ നഷ്ടമൊന്നുമില്ല. നല്ല സ്വെറ്റേഴ്സാണ്. ഇവിടെ നല്ല അടിപൊളി സ്കേർട്ട് വെറും 200 രൂപക്കുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ എന്താ ഇങ്ങനെ പൈസ കുറവ്. ഇതിൽ അധിക തുണികളും ബ്രാൻഡഡ് തുണികൾ തന്നെയാണ് ഇവിടെ മാക്സിമം വരുന്നത്. പക്ഷേ എന്തെങ്കിലും ചെറിയ ഡിഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണ് ഈ ചെറിയ പൈസക്ക് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ യൂസ്ഡ് തുണികളും വരുന്നുണ്ട്, അതില്ല എന്നല്ല. അത് പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ അത് പറ്റിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചെടുക്കണം. ഇവിടെ നമുക്ക് നല്ല അടിപൊളി കളർഫുൾ സ്പെക്സ്, കൂളിംഗ് ഗ്ലാസ്സുകളൊക്കെ കാണാം. നല്ല അടിപൊളി കളർഫുൾ കൂളിംഗ് ഗ്ലാസ്സസ്. ശരിക്കും പറഞ്ഞാൽ ഈ SM മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കളർഫുൾ ഫീലാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എവിടെയും നിറങ്ങളാണ്. നമ്മളൊരു ഫീൽ ഗുഡാണ്. ഇത്ര തിരക്കിൻ്റെ ഉള്ളിൽ നടന്നു കഴിഞ്ഞാലും ഈ കളേഴ്സൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. കുറേ തുണികൾ എല്ലാവരും നോക്കിയാൽ ഞാൻ കളർ. ദർശന ഒരു മാല നോക്കുന്നുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള മാലകളാണ് ഇവിടെ ഉള്ളത്. 100 രൂപയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ SM മാർക്കറ്റ് കളർഫുള്ളാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പൈസക്ക് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ. അതുകൊണ്ട് ലേഡീസിനെ കൂട്ടി വരുന്നതിനെ കൊണ്ട് വലിയ നഷ്ടമൊന്നും വരുന്നില്ല. ശരിക്കും ഒരു മോളിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നതിലും എത്രയോ ലാഭമാണ് നമുക്കിവിടെ വന്നിട്ട് ലേഡീസിനെ ഷോപ്പിംഗ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ദർശന നീ ഒരു മാല വാങ്ങിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ലേഡീസിൻ്റെ ഷൂസിൻ്റെയും ചെരുപ്പിൻ്റെയൊക്കെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അവസാനം ദർശനക്ക് ഒരു പാൻറ് കിട്ടി 150 രൂപക്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ഗ്രീൻ കളർ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്. കുറേ തിരഞ്ഞതിന് ശേഷം കിട്ടിയതാണ്. അവസാനം കുറേ നടന്ന് ജെൻസിൻ്റെ ഒരു ഏരിയ കണ്ടെത്തി. ഇവിടെ ജാക്കറ്റ്സ് ഉണ്ട് ജെൻസിനുള്ള. 350 രൂപയാണ് ഇവർ പറയുന്നത്. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ച് നോക്കി, എനിക്കിപ്പം ആവശ്യമില്ല, അതുകൊണ്ട് എന്തായാലും എടുത്തില്ല. പക്ഷേ 350 രൂപക്ക് അടിപൊളി ജാക്കറ്റാണ് കേട്ടോ. SM മാർക്കറ്റ്, വെൽക്കം ടു SM മാർക്കറ്റ്. SM മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ലേഡീസിൻ്റെ ഒരു സ്വർഗ്ഗമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇഷ്ടംപോലെ ലേഡീസ്. ജെൻസ് എന്ന് പറഞ്ഞാൽ ലേഡീസിനെ കൂട്ടി വരുന്നവരാണ് ഇവിടെ കാണാൻ പറ്റുക. എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ, കൊറോണേൻ്റെ ഈ ഒരു സമയത്ത് ഇത്രയും തിരക്കുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ശരിക്കും കൊറോണയ്ക്ക് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു SM മാർക്കറ്റ് അതുപോലെ ഉണ്ട്. മുന്നേ ഉണ്ടായിരുന്ന SM മാർക്കറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ദർശന ഇവിടെ ഒരു ട്രാക്ക് പാൻറ്റിൻ്റെ സെലക്ഷനിലാണ്. 150 രൂപയാണ് ട്രാക്ക് പാൻറ്റിന് ഇവിടെ കാണുന്നത്. അവൾ നോക്കട്ടെ. ഇവിടെ നിങ്ങൾ പുറത്തേക്ക് നോക്ക്. ശരിക്കും ആരും കൊറോണ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ആരും ഓർക്കുന്നില്ല എന്ന് തോന്നുന്നു. ശരിക്കും നമ്മളും ഇതിൻ്റെ ഉള്ളിൽ കയറിയ ശേഷം മറന്നു കൊറോണ ഉണ്ടെന്ന്. പക്ഷേ എന്നാലും നമ്മൾ എല്ലാ ഷോപ്പിൽ കയറി എന്ത് തൊട്ട് കഴിഞ്ഞാലും കൈ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, മാസ്ക് ഇട്ടിട്ടുണ്ട്. നമ്മളെ ജീവൻ നമ്മളെ കയ്യിലാണ്. നമ്മൾ പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. അത്രയേ ഉള്ളൂ. ദർശന നല്ല പേഴ്സ് കേട്ടോ. എത്ര ഇതിന്? 100 രൂപയാണ്. ചെറുതിന് 100 രൂപ, വലുതിന് 200 രൂപയാണ് ഇവിടെ പറയുന്നത്. ഈ ചെറിയ പേഴ്സസിന് നല്ല രസമുണ്ട്. ശരിക്കും ഒരു ദിവസം മുഴുവൻ കറങ്ങിക്കഴിഞ്ഞാലും തീരാത്തത്രയുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ള SM മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷോപ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കറങ്ങിക്കഴിഞ്ഞാലും ലേഡീസിനെയും കൂട്ടി സ്പെഷ്യലി നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാം,
ഇഷ്ടംപോലെ തുണികളുണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ആണ്. എന്തായാലും അടിപൊളിയായി. കുറേ കാലം ശേഷം പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ മാർക്കറ്റിലൊക്കെ ആൾക്കാരൊക്കെ കണ്ട് കറങ്ങി നടക്കാൻ നല്ലൊരു രസമുള്ളൊരു ദിവസമായിരുന്നു. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈവനിങ് ആയി, നല്ല ഇരുടായി വന്നിട്ടുണ്ട്. ഏകദേശം 5 മണിയായി കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കാണിക്കാനും പിന്നെ അതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ.